ചങ്ങായിമാരെ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളെ സുരേഷ് അണ്ണന്റെ വി ജാനകി സ്റ്റേറ്റ് ഓഫ് കേരളയെ കുറിച്ചാണ്. അത് പറയാൻ നീ ആരാ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് കണ്ടതാണ് ഞാൻ. ഈ സിനിമ കണ്ടത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയല്ല. ഈ സിനിമ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കിയല്ലോ സെൻസർ ബോർഡെല്ലാം കൂടിയിട്ട്. എന്താണ് സെൻസർ ബോർഡ് ഇതിന്റെ അകത്ത് കണ്ടതെന്ന് എനിക്ക് കാണണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ കണ്ടത്. റിവ്യൂ ആയിട്ട് നിങ്ങളത് കൂട്ടേ വേണ്ട. ഈ സിനിമ നിങ്ങൾ മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ പോയിട്ട്. എങ്ങനെ മലയാളിയെ സെൻസർ ബോർഡും സിനിമാക്കാരും കൂടി ഊമ്പിക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം. ഒരു തല്ലിപ്പൊളി സിനിമ ഇതെവിടെ എത്തൂലെന്ന് ഉറപ്പുള്ള നിർമ്മാതാക്കളും അതിന്റെ സംവിധായകരെല്ലാം കൂടി കണ്ട ഒരു ഐഡിയ ആണ്. ഫ്രീ ആയിട്ട് നല്ലൊരു പബ്ലിസിറ്റി സുരേഷ് അണ്ണൻ കൈമലുണ്ട്. സെൻസർ ബോർഡിനെ പൊക്കിയിട്ട് എന്താക്കി, ഈ സിനിമയെ കൊണ്ടുപോയി ആടിയിട്ട് അവർ ജാനകി ആയിട്ട് കൊയപ്പാന്ന്, ജാനകി എന്ന് പേര് വെക്കാൻ പാടില്ല, വി ജാനകി ആക്കണം, ഉണ്ടം പൊരിയാക്കണം. സംവിധായകൻ പറഞ്ഞ് ജാനകി എന്ന് വെച്ചേ പറ്റൂ. ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഈ തിരക്കഥയുണ്ടല്ലോ, ഇവർ ഈ സെൻസർ ബോർഡുമായിട്ട് ഉണ്ടാക്കിയ തിരക്കഥ സിനിമയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സിനിമ ഹിറ്റാവും. ഇത്രയൊന്നും പണിയില്ലല്ലോ. ഒന്നെങ്കിൽ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ഒരുത്തനും മലയാളം അറിയില്ല. ഈ സിനിമ എന്താണ്, ഇതിന്റെ കഥ എന്താന്ന് മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ എന്തായാലും ആകാൻ സാധ്യതയില്ല. അപ്പൊ ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണ്. ഫ്രീ ആയിട്ടുള്ള പബ്ലിസിറ്റി. എങ്ങനെയെങ്കിലും ഒരു 5 ദിവസം ഈ പടം ഓടിക്കാം പബ്ലിസിറ്റിന്റെ മുകളിൽ. അതിന്റെ ഐഡിയ ആണ്. പിന്നെ ഇതിന്റെ തിരക്കഥ കുറെയൊക്കെ എനിക്ക് തോന്നി എഴുതിയത് സുരേഷ് ഗോപിയാണ്. കാരണം സുരേഷ് അണ്ണൻ സർക്കാരിനെതിരെ അങ്ങ് വിമർശിക്കുക. എന്താ വിമർശനം? ഈ സിനിമയിൽ എന്താണ് എന്നെ ആകർഷിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുരേഷ് ഏട്ടന്റെ ലാസ്റ്റുള്ള താടി വിഗൻ താടി. പിന്നെ മസ്റ്റ് വാച്ച് വൺ സൂപ്പർ സ്റ്റാർ, ഒരു പുതിയ സൂപ്പർ സ്റ്റാറിന്റെ ഉദയം, മാധവ് സുരേഷ്. എന്റെ മോനെയും എന്തിനാണോ ഞാൻ സിനിമയിലിട്ട് അനക്ക് തോന്നുന്നു ഒരുപാട് സിനിമയെ കട്ടുണ്ട് കേട്ടാ. ഈ ചങ്ങായിന മെയിൻ ആക്കിട്ട് തന്നെയാ നമ്മൾ പറയില്ല മെയിൻ ഈ ചങ്ങായിനെ വെച്ച് നേടില്ലോ. പക്ഷെ ഈ സിനിമ ഇവരിരുന്ന് കണ്ടപ്പോ ഈ ചങ്ങായിനെ വെച്ച് ഈ സിനിമയിൽ മെയിൻ ആക്കിയിട്ടുണ്ടെങ്കിൽ മൂഞ്ചി പോന്നിട്ട് ഒരുപാട് സംഭവം കട്ടാക്കിനി. അത്രമാത്രം മനോഹരമായ വൃത്തികെട്ട അഭിനയമാണ് സുരേഷ് ഗോപിന്റെ മോന്റെത്. അതുകൊണ്ട് ഒരുപാട് ഭാഗങ്ങൾ കട്ടാക്കിനി. അതുകൊണ്ട് ഒരു വാലും താലിയൊന്നും ഇല്ല ഈ സിനിമയിൽ ചില ഭാഗങ്ങളിൽ ഈ ചങ്ങൈനെ കാണിക്കുമ്പോ. എവിടെ നിന്നൊക്കെയോ വരുന്നത്. പിന്നെ ഇവന്റെ അഭിനയം നമ്മളിപ്പോ ഒരു ചങ്ങായിന്റെ ഷോൾഡറിൽ ഇങ്ങനെ കൈ ഇട്ട് കഴിഞ്ഞാല് ഓനങ്ങ് പോയി കഴിഞ്ഞാൽ കൈയാണ് എടുക്കൂലേ. ഈ ചങ്ങായി അങ്ങനെയൊന്നുമില്ല. എവിടെയാണ് കൈവച്ചത് അവിടെ, എന്താണ് പിടിച്ചത്, ഇങ്ങനെയാണെങ്കിൽ സീന് കഴിയുന്നവരെ. ചില സമയങ്ങളിൽ ഈ ചങ്ങൈന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ചങ്ങൈനെ കട്ടാക്കി വന്നു, അദൃശ്യനാക്കി വന്നു, സൗണ്ട് മാത്രം. അമ്മാതിരി വേസ്റ്റ് സാമാനാന്ന് സംവിധായകൻ തിരിഞ്ഞ് ഇവനെ മെയിൻ ആക്കി. അല്ലെങ്കിലേ പടം മുഞ്ചെന്ന് ഉറപ്പാന്ന്. പിന്നെ ഇവനെ കൊണ്ട് കുറെ സമയം ഇവനും കൂടി ഉണ്ടെങ്കിൽ സിനിമ ഫുള്ളായിട്ട് ഇവരെ ആൾക്കാർ കണ്ടു എണീച്ചു പോകും. ആ അവസ്ഥയിലാക്കി. നെപ്പോ കിഡ് എന്നെല്ലാം പറഞ്ഞു നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് നെപ്പോസിനെ. കുറച്ചെങ്കിലും ഒരു 5 പൈസേന്റെ അഭിനയം എങ്കിലും ഉണ്ടാവൂലേ. ഇവനാന്നും കണ്ടല്ലോ 1000 രൂപന്റെ ആറ്റിറ്റ്യൂഡും കോയിത്തീട്ടത്തിന്റെ അഭിനയം. കോയിത്തീട്ടെന്നും പറയെങ്കില പാട്ട് ചാണകം എന്ന് പറയാം. ചാണകം ഓക്കെ ചാണകത്ത് പിടിച്ചാൽ മതി. അമ്മാതിരി അഭിനയം കാണിച്ചിട്ട് ഇവന്റെ ഇന്റർവ്യൂ എല്ലാം കാണിക്കണം. ഇവനെ സൂപ്പർ സ്റ്റാർ ആക്കണം പോലും. ഇവനെ അച്ഛനെ സൂപ്പർ സ്റ്റാർ ആക്കിയ കേരളക്കര ഇവനെ സൂപ്പർ സ്റ്റാർ ആക്കണം. നീയാണ് ഇപ്പത്തെ സൂപ്പർ സ്റ്റാർ, എയറിലെ സൂപ്പർ സ്റ്റാർ. നീ അവിടെ ഇരിക്കണം. ആരും ഗുണ്ടയായി ജനിക്കുന്നല്ല, അതുപോലെ ആരും നടനായി ജനിക്കുന്നല്ല. കുറച്ചെങ്കിലും അച്ഛൻ നടനാന്ന് വെച്ചിട്ട് ആരെയും മലയാളി ഉയർത്തിയിട്ടില്ല മോനെ. കുറച്ചെങ്കിലും അഭിനയം ഉണ്ടെങ്കിൽ മാത്രമേ മലയാളി ഉയർത്തു കേട്ടാ. അഭിനയം കുറച്ച് പഠിക്ക്. നമ്മളെ ഉദയനാട് താരത്തിൽ ജഗതി ശ്രീനിവാസനെ കൊണ്ട് പഠിപ്പിക്കാൻ നോക്കുന്നില്ല. അതിൽ പിന്നെയും കുറച്ചെങ്കിലും ഒപ്പിക്കനും. ഇവൻ അതിനു പോലും ഇല്ലാതെ. എന്നാലും ഞാൻ സിനിമേന്റെ കഥയെ കുറിച്ചൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഈ കമ്മിയാണ്, സുഡാപ്പിയാന്ന്, മറ്റേതാ മറിച്ചതാന്ന്, കുങ്ങിയാന്നെല്ലാം പറയും. ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സുരേഷ് ഗോപി കണ്ണാടി നോക്കിയിട്ട് ഇങ്ങളെ കുറിച്ച് തന്നെയാന്ന് പറയേണ്ടത്. ഇത്രമാത്രം കുത്തിത്തിരിപ്പും കുഴപ്പവും ഉണ്ടാക്കുന്നത്. ഇത് കേരളത്തിന്റെ കഥയല്ല. ഇത് നിങ്ങൾ ഉദ്ദേശിച്ചത് യുപിന്റെയോ ബീഹാറിന്റെയോ നിങ്ങളെ ഗുജറാത്തിന്റെ ഒക്കെ കഥയാണ്. കേരളത്തിലൊന്നും എനിക്ക് ഇങ്ങനെ നടക്കുന്നത് കണ്ടില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞേ, കേരളത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിട്ട് സുരേഷ് അണ്ണൻ തന്നെ തിരക്കഥകൾ മാറ്റം വാർത്തയെ. സുരേഷ് അണ്ണന്റെ കുറെ ഡയലോഗൊക്കെ ഉണ്ട്. അതായത് മാധ്യമങ്ങളോട് പറയുന്ന ഡയലോഗൊക്കെ മുന്നേ പറയൽ ഇയാൾ സിനിമാ നടനായിട്ടുള്ള അതേ ഇതാന്ന് സുരേഷ് ഗോപി പുറത്തും കാണിക്കുന്നതാണ്. ഇപ്പൊ പുറത്ത് കാണിക്കുന്നത് തന്നെ സിനിമയിലും കാണിക്കാൻ തുടങ്ങി. മൊത്തത്തിൽ ഇപ്പം സുരേഷ് ഗോപിക്ക് MP ആണോ അല്ല നടനാണോ അല്ല സുരേഷ് ഗോപി ഞാൻ തന്നെയാണോ എന്ന് തിരിയാത്തൊരവസ്ഥയാണ് ഈ സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നിയത്. ഈ സിനിമ നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നില്ലയോ അത് നിങ്ങൾ ഇഷ്ടം കേട്ടോ. ഞാൻ ഈ സിനിമ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ പറയുന്നു. പക്ഷെ ഞാൻ ഈ സിനിമ
എങ്ങനെ മലയാളിനെ പറ്റിക്കുന്നു? ഒരു രൂപ പോലും ചെലവില്ലാതെ ഇത്രമാത്രം പബ്ലിസിറ്റി അതിനു വേണ്ടി നടത്തിയ ഒരു നാടകം മാത്രമാണ് ഞാൻ 100% പറയുന്നത്. അല്ലാണ്ട് വേറൊന്നുമല്ല. ഈ സിനിമ ഒരിക്കലും മതവികാരത്തെ വ്രണപ്പെടുത്തില്ല. പിന്നെ അല്ലെങ്കിൽ സെൻസർ ബോർഡ് കേരളത്തിന്റെ ആയിരിക്കണം. പിണറായി വിജയനാക്കി സെൻസർ ബോർഡാണ് ഈ സിനിമ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും വിചാരിക്കാതെ അത് ഇടതുവശത്തെ ഒരുപാട് വിമർശിക്കുന്നത് കൊണ്ടാണ് എങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കാം. ഇത് ഇടതുവശത്തെ വിമർശിക്കുന്നതുകൊണ്ട് കേന്ദ്രത്തിന്റെ സെൻസർ ബോർഡിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ വേറൊന്നും അതിന്റെ അത് വിമർശിക്കാനുമില്ല. പിന്നെ നിങ്ങൾ കട്ടാക്കുന്നുണ്ടെങ്കിൽ ആ സുരേഷ് ഗോപിന്റെ മോന്റെ സീന് മൊത്തം കട്ടാക്കണേ. അത് ശരിക്കും പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മലയാളിക്ക് ചെയ്യുന്ന ഒരു വലിയ ഉപകാരമാണ്. നിങ്ങൾ ആ സുരേഷ് ഗോപിന്റെ മോന്റെ സീന് മൊത്തം വെച്ചിട്ട് എവിടെയോ 2-3 ജാനകി എന്ന് പറയുമ്പോൾ അടിച്ചിട്ട് മലയാളിനെ പൊട്ടനാക്കാൻ നോക്കാം കേട്ടോ. കാരണം നിങ്ങൾ സ്വയം പൊട്ടനാവും. പിന്നെ ഇതിന്റെ സംവിധായകനോട് ഞാൻ പറയുന്നത്, ഇനി അടുത്ത പടത്തിലും ഇമാതിരി ഊളത്തരൊന്നും കാണിക്കണ്ട്. നല്ല മാന്യമായിട്ട് നല്ല കഥ, നല്ല തിരക്കഥ, നിങ്ങൾ ഈ സെൻസർ ബോർഡുമായിട്ട് ഉണ്ടാക്കിയ തിരക്കഥ ഉണ്ടല്ല, അതേപോലെ ഒരു തിരക്കഥ കൊണ്ടുവന്നിട്ട് വന്ന് സിനിമയാക്കും. പിന്നെ മലയാളത്തിൽ നല്ല ടെക്നീഷ്യൻസ് എല്ലാം ഉണ്ട്, നല്ല എന്താ പറയുക, നല്ല മേക്കപ്പ് മാനെല്ലാം ഉണ്ട്. അവരെല്ലാം കൊണ്ടുവരിക, വിഗെല്ലാം വെക്കുമ്പോൾ നല്ല സെറ്റപ്പ് ആക്കുക. പിന്നെ അച്ഛന്റെ സിനിമയെന്ന് വെച്ചിട്ട് മോനെ അഭിനയിപ്പിക്കണമെന്ന് നിങ്ങൾ ആ കരാർ ചെയ്തുമ്പോൾ അതൊന്നും വിടാണ്ട് മതി. കാരണം നിങ്ങളെ സിനിമ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന താരങ്ങൾ വേണം. പിന്നെ നിങ്ങളെ തിരക്കഥയിൽ സുരേഷ് ഗോപി അല്ല, മോഹൻലാൽ അല്ല, മമ്മൂട്ടി വന്ന് കയറിയാലും മാറ്റൂല, വീടില്ല നോക്കണം. സുരേഷ് ഗോപിന്റെ പടം അടുത്ത് എടുക്കുന്നെങ്കിൽ സുരേഷ് ഗോപി തിരക്കഥ എഴുതാൻ വരുമ്പോൾ നിങ്ങൾ സുരേഷ് ഗോപി എഴുതിക്കണം. നീ ആരാ, നീ എന്തിനാണ് കഴിഞ്ഞ സിനിമയിൽ എഴുതി വെച്ചതെന്ന് അങ്ങോട്ട് ചോദിക്കണം. അല്ലെങ്കിൽ മലയാളി തിരിച്ചു കുമ്പിക്കും. മലയാളി തിരിച്ചു കുമ്പിക്കുമ്പോൾ വന്ന് നെഗറ്റീവ് റിവ്യൂ എന്ന് പറയാൻ പാടില്ല കേട്ടാ. കണ്ട സിനിമ കണ്ടവന് കൃത്യമായിട്ട് റിവ്യൂ പറയാൻ കഴിയും. ഈ സിനിമ എനക്കൊന്നും ഇനി കോക്കിന്റെ കയ്യിലാണ്. കോക്കിനെ ഞാൻ അത്ര നല്ലതായിട്ട് പറയുന്നില്ല, പക്ഷെ ഇതെല്ലാം കോക്കിന്റെ കൈ കിട്ടി. ഇത് ഇമാതിരി അപരാധവും കാണിച്ചിട്ട് മലയാളിനെ പറ്റിക്കാൻ നോക്കി കഴിഞ്ഞാൽ നല്ല ഊക്ക് കൂട്ടും. അപ്പൊ വി ജാനകി, സ്റ്റേറ്റ് ഓഫ് കേരള, എന്റെ വി സുരേഷ് ഗോപി ഏട്ടന്റെ മകൻ, വി മകൻ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു വി സുലാൻ.